സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് നമ്മുടെ സഭകളിലെല്ലാം പ്രസംഗിക്കാനായിട്ട് ഒത്തിരി പാസ്റ്റേഴ്സിനെ വിളിക്കാറുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് പ്രസംഗിക്കുന്നുമുണ്ട്, വളരെ സന്തോഷമായിട്ട് നമ്മളത് കേൾക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അവർ ഏത് ആത്മീയ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് അവർ ദൈവത്തിൻ്റെ വചനങ്ങളെ സ്തോത്രം പറഞ്ഞ് തരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണോ, അതോ അവർ ജനത്തെ കണ്ട് സ്തോത്രം ബുദ്ധിയിൽ പ്രസംഗിക്കുന്നതാണോ? നമുക്കൊരുപാട് ചിന്തകളിങ്ങനെ കയറി വരാറുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചു നിങ്ങൾ യാക്കോബ് 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം ഒന്ന് ഉറച്ചു വായിച്ചേ. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. കണ്ട, ഒരു വായിൽ നിന്ന് ശാപവും പുറപ്പെടുന്നു, ഒരു വായിൽ നിന്നും സ്തോത്രവും പുറപ്പെടുന്നു. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കലർത്തി നമ്മൾ പ്രസംഗിക്കരുത്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെന്നുമല്ല, ഇത് ഈ വചനം പരിശുദ്ധാത്മ തന്നപ്പോൾ തന്നെ സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 9, 10, 11, 12 വാക്യങ്ങളൊന്ന് ഉറച്ചു വായിച്ചേ. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്ന് നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലയാം ദൈവത്തോട്, ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷെ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായി സിപ്പോരിന്റെ മകനായ ബാലാക്ക് എന്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്. കണ്ട, ഈ 2 പദവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ 2 വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന്, ഈ ശാപവും പറയാൻ പറ്റും, അനുഗ്രഹവും പറയാൻ പറ്റും. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ബിലയാമിന് ദൈവം കൊടുത്ത ഒരു കൃപയെക്കുറിച്ചാണ്. സ്തോത്രം. അതിനെ വളച്ചൊടിച്ച് അത് ശത്രുപക്ഷത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ദൈവം ബിലയാമിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതാരാണ് നിൻ്റെ കൂടെ നിൽക്കുന്നവർ? കർത്താവിന് അറിഞ്ഞൂടെ ഇന്ന ആൾക്കാരാണെന്ന്. പക്ഷെ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ആ ബിലയാമിന് കൊടുത്ത ആ അഭിഷേകത്തെ ബിലയാം മിസ്യൂസാക്കിയാണ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. പൈസ, പദവി, വലിയ പൊസിഷൻ. പക്ഷെ കർത്താവ് പറയുന്നു, ബിലയാം, നീ അവരുടെ പോവരുത്, നീ അവരെ ശപിക്കരുത്. നമുക്ക് കേൾക്കാം, ഭാഷ അല്ലെങ്കിൽ രാജീവ് ബ്രദറെ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകത്ത് ഒരുപാട് ആഴമേറിയ മുറിവുകൾ കിടപ്പുണ്ട്. പല പാസ്റ്റർമാരും നമ്മളെക്കുറിച്ച് അപവാദം പറയുന്നതും പല വ്യക്തികൾ നമ്മളെക്കുറിച്ച് അപവാദം പറയുന്നതും ഒക്കെ നമ്മൾ പുറമേ നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുന്നുവെങ്കിലും നമ്മൾ അതിനെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ വൈഫുമായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും, എന്തിനായിരിക്കും ആ പാസ്റ്റർ അങ്ങനെ സംസാരിച്ചേ? എന്തുകൊണ്ടാണ്? എന്തിനാണ്? എന്തോ കാര്യങ്ങളാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അല്ലാതെ. അന്നേരം തന്നെ നമ്മൾ വചനവും പ്രസംഗിക്കുകയും ചെയ്യും, വചനം ധ്യാനിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന പുറമേ നിന്ന് കേട്ട ഈ ശബ്ദം നമ്മുടെ അകത്ത് വളരാൻ നമ്മൾ വഴി ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷേ പത്രോസ്, പൗലോസ്, ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു തന്നെയാണ് അവർ സംസാരങ്ങൾ മുഴുവനും. ഹല്ലേലൂയ. കാരണം നമ്മുടെ വായിൽ നിന്ന് കുറ്റവും വിധിക്കുന്നുണ്ട്, നല്ലതും സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കലർത്തി പ്രസംഗിക്കാൻ ദൈവം ഒരിടത്തും അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ നിന്നിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയെന്ന് പറഞ്ഞപ്പോൾ ഈ കല്ലെറിയാൻ വന്ന വ്യക്തികൾ ആരെന്നും കൂടി മനസ്സിലാക്കണം. സ്തോത്രം. അവരെന്തിനാണ് വന്നേ? യേശു അവിടെ വചനമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നത്. അതിനെ
ജനത്തിൻ്റെ ഹൃദയത്തിൽ വരാതിരിക്കാൻ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറാൻ അവർ ചെയ്യുന്നുണ്ട്. ഒന്ന്, യേശുവിനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, എപ്പോഴും തർക്കവും കാര്യങ്ങളാണ്. യേശു എന്ത് ചെയ്താലും അവരൊരു കുറ്റമെങ്കിലും കണ്ടുപിടിക്കാൻ നടക്കും. പക്ഷെ അവർ വചനം വായിക്കുന്ന ആൾക്കാരാണ്, മോശയുടെ ന്യായപ്രമാണം നന്നായി അറിയുന്ന ആൾക്കാരാണ്. നിങ്ങൾ ചിന്തിക്കേ, നമ്മളിന്ന് സഭകളിൽ വരുന്ന പാസ്റ്റേഴ്സ് പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ എഴുതിയെടുക്കാറുണ്ട്, എന്നിട്ട് നമ്മളൊരു കോൺഫറൻസ് കൂടാറുണ്ട്. ഈ പോയിന്റ് ശരിയല്ല അല്ലേ, മറ്റേ പോയിന്റ് പറഞ്ഞത് അതും ശരിയല്ല, അതും പോട്ട് അങ്ങേരിക്ക് നന്നായി പ്രസംഗിക്കാൻ പോലും അറിഞ്ഞൂടാ, വിധി അങ്ങ് എഴുതുകയാണ്. വിശ്വാസികളാണ്. സ്തോത്രം. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ വരുമ്പോൾ ഇവിടെ ചിന്തിക്ക്, ഒരു സഭയ്ക്കകത്ത് മനസ്സുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ സഭയ്ക്കകത്തിരിക്കുന്ന മുഴുവൻ പേരുടെ മൈൻഡിനെ സാത്താൻ തെറ്റിച്ചായി. ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ച് പോകാൻ പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ, നിൻ്റെ നാവിന്ന് പിന്നെ ഒരിക്കലും ശാപവാക്ക് വരില്ല. നിന്നെ ആരൊക്കെ കല്ലെടുത്തെറിഞ്ഞോ, ആരൊക്കെ നിന്നെ നോക്കി പഴി പറഞ്ഞോ, അവരുടെയൊക്കെ മുമ്പിൽ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നവനായി മാറും. ഇല്ലേ, നീ അതിൻ്റെ അടിമയിൽ കിടന്ന് നീ സംസാരിക്കാൻ തുടങ്ങും. ആണ്. സ്തോത്രം. കാരണം വേദനിപ്പിച്ചവർ ഒത്തിരി പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. പാസ്റ്ററായിരിക്കാം, വിശ്വാസികളായിരിക്കാം, എനിവേ ഒത്തിരി പേര്. ഇപ്പം ഞങ്ങളെ തന്നെ എത്രയോ പാസ്റ്റർമാർ, എത്രയോ ആൾക്കാർ അവരുടെ ആ ഉപവാസ പ്രാർത്ഥന ഞങ്ങളെ ക്ഷണിക്കും, ഞങ്ങൾ പോകും, കർത്താവ് പറഞ്ഞത് അതുപോലെ സംസാരിച്ച് തിരിച്ചു വരും. അപ്പോഴും ഭയങ്കര കയ്യടിയും കാര്യങ്ങളുമാണ്. പിന്നെ രണ്ടാമത്തെ ഇതിൽ വിളിക്കുമ്പോൾ പാസ്റ്റർ ഇപ്പോൾ വേണ്ട, അത് ഇവിടുത്തെ വിശ്വാസികൾ പറഞ്ഞ് രാജീവിനെ വിളിക്കണ്ട. എത്രയോ സ്ഥലത്ത് എത്രയോ തവണ ഒരു കീറൽ പോലും ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കാൻ അനുവദിച്ചിട്ടില്ല. കാരണം എഗെസ്കേൽ 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എഗെസ്കേലിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഗെസ്കേലിൻ്റെ മേൽ വന്നു, കണ്ട, എന്നിട്ട് നിവർന്ന് നിർത്തിച്ച് എന്നിട്ട് പറഞ്ഞത്, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കണം. നീ പറയുന്നത് അവർ കേൾക്കത്തില്ല, കാരണം അവർ ദുർശാഠ്യമുള്ള ജനമാണ്. എന്നാലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അതേപടി സംസാരിക്കേ, അതിൽ കലർപ്പ് വരുത്തരുത്. സ്തോത്രം. എന്നും പറഞ്ഞിട്ട് ഞാൻ എഗെസ്കേലല്ല, ഞാൻ പത്രോസുമല്ല, പൗലോസുമല്ല. പക്ഷെ ഇവർ പിന്തുടർന്നത് ആരെ? നസ്രയനായ യേശുവിനെ. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ തെറ്റിനെ തെറ്റായി സംസാരിപ്പിച്ച് തരണത് മാത്രമല്ല, ആ തെറ്റിലേക്ക് പോയവനെ മടക്കിക്കൊണ്ടുവരുന്നൊരു സ്വഭാവം യേശുവിനുണ്ട്. ആ വേശ്യസ്ത്രീയെ കല്ലെടുത്തെറിയാൻ വന്നവരെല്ലാം തിരിഞ്ഞുപോയി. പക്ഷെ എന്തിനാണ് യേശു അങ്ങനെ സംസാരിച്ചത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറി. എന്തുകൊണ്ടൊരു പാപം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചതാ എന്ന് പറഞ്ഞ് അവിടെയുള്ള ശാസ്ത്രിമാർ നിൽക്കാത്ത? സ്തോത്രം. അവരെല്ലാം ഇട്ടേച്ചങ്ങ് പോയി. ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീയോട് കേട്ട് നിന്നെ ആരെങ്കിലും എല്ലാം പറഞ്ഞു? ആരും ഒരു കുറ്റവും വിധിച്ചില്ല. ഞാനും നിന്നെ കുറ്റം വിധിക്കില്ല. സ്തോത്രം. ഇന്ന് നമ്മൾ കുറ്റം വിധിക്കാൻ കാലം വരാണ്. ഒരു വിശ്വാസി തെറ്റിപ്പോയ, ഒരു ചെറുപ്പക്കാരി കുട്ടി തെറ്റിപ്പോയ, ആ കുഞ്ഞ് ഒരു പയ്യനോട് സംസാരിച്ച ഒട്ടന്നെ നമ്മൾ പുതിയ കഥ ഉണ്ടാക്കിക്കളയും. സഭയ്ക്കകത്ത് പുതിയ കഥ ഉണ്ടാക്കിക്കളയും. എന്ത് നല്ല മനസ്സല്ലേ. എന്നിട്ട് അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യും, അന്യഭാഷയിൽ ആരാധിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കപ്പാ. അങ്ങനെ സംസാരിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയെ പരിശുദ്ധാത്മാവിൻ കണക്റ്റിംഗ് പോവാണ്ട് വേറെ റൂട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് എല്ലാം യെസ് വെച്ച് കൊടുക്കാനല്ല പറയുന്നത്. ഒരു വിഷയം നിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിൻ്റെ കണ്ണാൽ നീ അത് കണ്ട, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു, ഇത് എത്രത്തോളം ഇതിൽ ശരിയുണ്ട്, അത് പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തി തരും. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞാൻ വ്യക്തിയോട് പോയി സംസാരിക്കുക. ഇത് നമ്മുടെ സഭയ്ക്കകത്ത് ഒരു പയ്യനും ഒരു പെണ്ണും ഒരു അല്പനേരം സംസാരിച്ചാൽ മതി, അത് വേറെ ലെവലായി മാറ്റും. പിന്നെ അല്ലെ ഒരു കത്തി അവസാനം 2 കുഴിയിൽ കൊണ്ടങ്ങിട്ട് കൊടുക്കും. അതോടുകൂടി ആ സഭ തീർന്നു. ശ്രദ്ധിക്കേ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പരിഭവമോ വിഷയമോ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷയവും ഇല്ല, ഒരു വിഷമവും ഇല്ല. കാരണം ഹൃദയം എന്താണെന്ന് അറിയുന്ന ഒരേ ഒരാളാണ് നസ്രായനായ യേശു.
നമ്മൾ പ്രസംഗിക്കുന്നു, മീഡിയയിൽ കൂടി പ്രസംഗിക്കുന്നു, നല്ല പ്രസംഗം. ഇപ്പോൾ ദൈവകൃപയാൽ 600, 500, 400 പേരൊക്കെ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. പക്ഷെ അവർക്ക് എൻ്റെ ഹൃദയത്തിലിരിക്കണം എന്തെന്നറിയോ? എൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് അവർ ശ്രദ്ധിക്കുന്നത്. പ്രസംഗിക്കുന്നവൻ ഏത് ഉദ്ദേശത്തു കൂടിയാണ് പ്രസംഗിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയാണോ ഈ കേൾക്കുന്ന ആമേൻ സ്തോത്ര വാക്ക് കറക്റ്റ് അവന് കറണ്ടടിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അടിക്കും. എന്നിട്ട് അവൻ ചില തെറ്റുകൾ അവന് ഓർമ്മ വരുമ്പോൾ അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് മുമ്പിലോട്ട് കുതിക്കാൻ നോക്കും. സ്തോത്രം. ഇന്ന് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആമേൻ. ബിലയാം എന്ന് പറഞ്ഞ വ്യക്തി അവൻ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷെ ബിലയാം ചെയ്യുന്നതാ, കർത്താവ് പറയുന്നത് പോവരുതെന്ന് പറഞ്ഞാൽ അവൻ അന്നേരം പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല, ദൈവം എന്നോട് അങ്ങനെ സംസാരിക്കുന്നില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ബാലക്, ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ തന്നേൽ തന്നെ വേറെ ശ്രേഷ്ഠന്മാരെ അവിടെ അങ്ങോട്ട് അയച്ചു കൊടുത്ത് നിങ്ങൾ പോ. ഇന്ന് നമ്മൾ പല സഭകളിലെയും പാസ്റ്റർമാരെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, അപ്പുറത്തെ സഭയിൽ ഒരു പ്രസംഗം, ഒരു ഉപവാസം നടന്നാൽ നമ്മൾ അമേരിക്കയിൽ ചെന്ന് പാസ്റ്ററെ കൊണ്ടുവന്ന് വലിയ ഫ്ലക്സ് അടിച്ച് പുതിയ കൺവെൻഷൻ തുടങ്ങാം. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് വിശ്വാസികളടുത്തെല്ലാം പറയും ആ ചർച്ചിൽ പോകരുത്, ഈ ചർച്ചിൽ പോകരുത്, മറ്റേ ചർച്ചിൽ പോകരുത്, എല്ലാം ദുരാത്മാക്കളാണ്. നിങ്ങളടുത്തൊന്ന് പറഞ്ഞ ദുരാത്മാവാണ് അവിടെ നിൽക്കണേന്ന്. അപ്പം നിൻ്റെ നിൽക്കുന്ന ഏതാത്മാവാ? ഈ പറയുന്ന നമ്മളിൽ നിൽക്കുന്ന ഇത് ഏതാത്മാവെന്ന് പറ. ഇന്ന് എത്ര പാസ്റ്റർമാരാണ് ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റും നമുക്ക്? ഇപ്പം തന്നെ മീഡിയയിൽ എന്താ സംസാരിക്കുന്നത്? തമ്മിത്തല്ലല്ലേ സംസാരിക്കുന്നത്? പണ്ടത്തെ കാലത്ത് സന്തോഷത്തോടെ പ്രസംഗിച്ച പാസ്റ്റർമാർ, ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ പാസ്റ്റർമാർ, ഇന്ന് അതേ വചനം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലേ അല്ലേ? മീഡിയയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇല്ലേ, കണ്ടിട്ടില്ലേ? ശ്രദ്ധിക്കുക നിങ്ങൾ. സ്തോത്രം. സാധു കൊച്ചു ഉപദേശി അവരെയൊക്കെ പോലുള്ള ആൾക്കാരാണ് ഈ കേരളക്കരയിൽ യേശുവിന് വേണ്ടി നിന്നവർ. അവരെപ്പോലെ ഇന്ന് എത്ര പേരാകും? പറ. ആശാരി ഉപദേശി, ഇവരെയൊക്കെ ജീവചരിത്രം നന്നായി ഞാൻ വായിച്ചിട്ടുണ്ട്. നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. എനിക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരെ പോലെ നമുക്ക് ആവാൻ പറ്റില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിഷേകമാണ്. അതേപോലെ വേണമെങ്കിൽ നമ്മൾ നമ്മളതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. പക്ഷെ അവർ കൊടുത്ത വില ഇന്ന് ഈ കേരളക്കരയിൽ ഞാനും നിങ്ങളും നെഞ്ചിൽ നെളിഞ്ഞ് യേശുവേ എന്ന് വിളിക്കുന്നെങ്കിലേ അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പവറുമാണ്. സ്തോത്രം. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇന്ന് അവർ പാടിയ പാട്ടുകൾ ഇപ്പോഴും ഒന്ന് പാടി നോക്ക്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവർ പാടിയ പാട്ടുകൾ നിങ്ങളത് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണും. അതിൻ്റെ ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനെ എഴുതിയത് അവർ AC റൂമിനകത്തൊന്നും ഇരുന്ന് എഴുതിയതല്ല. അവരുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചാണ് അവർ എഴുതിയ പാട്ടുകൾ. ആ പാട്ട് ഏതെന്ന് ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയോ? സാധു കൊച്ചു ഉപദേശി പാടിയ പാട്ടുകൾ ഗവൺ അറിയോ? അഴലേറ് മാത്രമല്ല, ഇനിയുണ്ട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ട് അവരെഴുതിയത്. ഇന്നും കേരളക്കരയിൽ അത് പാടുന്നുണ്ട്. വർഷങ്ങൾ എത്രയായി? വർഷങ്ങൾ. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം കുറച്ചുകൂടി നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുക. ഇന്നത്തെ ആമേൻ സ്തോത്രം പാസ്റ്റേഴ്സിന് തമ്മിത്തല്ലിക്കാൻ വളരെ എളുപ്പമായിട്ട് പറ്റും. കാരണം ഇന്ന് കസാര കളിക്കാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഈ ഭൂമിയിൽ എൻ്റെ പേര് നിലനിൽക്കണം, എൻ്റെ ഫ്ലക്സ് എൻ്റെത്, ഞാൻ. സ്തോത്രം. ഞാനൊന്നും അന്ന് ജനിച്ചു കാണുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ഈ സാധു കൊച്ചു ഉപദേശികളുള്ള സമയത്ത് ചിരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഒന്ന് ചിന്തിക്കേ, അവർ സ്വർഗത്തിലുണ്ട്. അതാണ് പറഞ്ഞത്, ദുഃഖത്തിൻ്റെ പാനപാത്രം
കർത്താവിൻ്റെ കയ്യിൽ തന്ന. നമ്മളിന്ന് പറയും ദുഃഖത്തിൻ്റെ പാനപാത്രം കൊണ്ടുവന്നാൽ നമ്മൾ ഓടി തള്ളിക്കളയും. നമുക്കിന്ന് അമേരിക്ക പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഫ്ലൈറ്റിൽ കയറണം. ദൈവം അനുവദിച്ച കയറ്. നീ ഫോൺ വിളിച്ച് അങ്ങോട്ട് കയറണ്ട. ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഇവിടെ പറ്റിപ്പോയത് നോക്ക്. ബിലയാമിന് അവസാനം ദൂതൻ മുമ്പിൽ നിന്ന് വെട്ടേണ്ട ഗതി വരുന്നു. വെട്ടിയില്ല, വെട്ടാൻ ഓങ്ങി. ജീവിതത്തിൽ ഒരു കഴുതയും സംസാരിക്കാനായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ബിലയാം കയറിയ കഴുത ബിലയാമിനോട് സംസാരിച്ചു. ബിലയാമേ, എൻ്റെ കണ്ണൊന്ന് തുറന്ന് നോക്ക്. നീ കണ്ണൊന്ന് തുറന്ന് നോക്ക്, ആരാണ് ഫ്രണ്ടിൽ നിൽക്കണേന്ന്. ഇതല്ലേ നമുക്കും പറ്റുന്ന. പാസ്റ്റേ, നിങ്ങൾ വന്നാലേ ശരിയാവുള്ളൂ. നിങ്ങളുടെ പ്രസംഗം ജനത്തിന് ഭയങ്കര ഇഷ്ടം. നീ ഒന്ന് ദൈവസന്നിധിയിൽ കേൾക്കപ്പ. നിന്നെ പൊക്കി പറയുമ്പോൾ നീ ആലോചിച്ചാൽ നീ മൂട്ടി വീഴും. നിന്നിൽ നിൽക്കുന്ന അഭിഷേകം നീ ശ്രദ്ധിക്കത്. സെഫാനോസിനെ കല്ലെറിയുമ്പോൾ സെഫാനോസിൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കളം കൊണ്ടാണെങ്കിൽ സ്വർഗം താഴോട്ട് ഇറങ്ങത്തില്ല. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രസംഗിച്ചത് കൊണ്ടാണ് 3000 പേരുടെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുത്തതും അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നത്. പൗലോസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് തള്ളിയിട്ടപ്പോൾ ഇതാരാ? ഞാൻ യേശു. നമ്മുടെ സഭ യേശുവാ. ആ സഭയെ സാത്താൻ എങ്ങനെ മുടിപ്പിക്കണം, എങ്ങനെ അതിനെ തട്ടി തരിപ്പണാക്കണമെന്നാണ് അവൻ്റെ പ്ലാനും പദ്ധതി. നമ്മൾ അതിൽ ഒരുങ്ങി കൊടുക്കരുത്. മനസ്സുണ്ടാവരുത്. നാവ് വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ സ്തോത്രം പറയുന്ന നാവ് കൊണ്ട് മറ്റുള്ളവരെ അട്ടിച്ചമർത്തരുത്. ദൈവം തന്നെ സ്തോത്രം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന വ്യക്തിയെ വിളിക്കാൻ പറഞ്ഞാൽ നീ ഒരു വിശ്വാസത്തിനടുത്തും ചോദിക്കരുത്. നീ മുട്ടിമല്ലി നിന്ന് പ്രാർത്ഥിക്കേ, ഇന്നയാളെ ഞാൻ വിളിക്കട്ടെ കർത്താവേ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പക്ഷേ നീ എടുത്ത് ഏതെങ്കിലും ഒരു പാസ്റ്ററിനെ വിളിച്ച് ചോദിച്ചാൽ പിന്നെ അങ്ങനെ കഥ പറയും. വെളിച്ചപ്പാടാണ്, അതാണ്, ഇതാണ്, സൂക്ഷിച്ചോ, ദുഃഖിക്കേണ്ട. ഈ പറഞ്ഞ വ്യക്തി ആരെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ പറയണം. ആ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയുടെ മക്കളുടെ അടുത്തും ചോദിക്കണം, ഈ പാസ്റ്റർ വീട്ടിൽ എങ്ങനെയാണെന്ന് ചോദിക്കണം. പിന്നെ ഒന്നും പറയണ്ട. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് 2024 തമ്മിത്തല്ല് മാറ്റാൻ നോക്ക്. ഹൃദയം കൊടുത്ത് സ്നേഹിക്കാൻ നോക്കുക. അതിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 22-ാമത്തേൽ നിങ്ങൾ മനസ്സ് കൊടുത്ത് വായിക്കേ. നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ വിളിച്ചതാണ്. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം മറ്റും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.